ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ ബ്ലോഗ് എന്ന് പറയുന്നത് ഒരു മുടിമുറിക്കൽ അപാരതയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഓട്ടം ചാട്ടം എല്ലാം കൂടെ കഴിഞ്ഞ് നമ്മുടെ ചെക്കന്മാരെ ഉണ്ടാവും റെഡി ആയിട്ടുണ്ട്. പക്ഷെ ബ്യൂട്ടീഷ്യൻ മാത്രം ഞാൻ ചെയ്യാറില്ല, ഇതുവരെ ചെയ്തിട്ടില്ല. കാരണം ജനിച്ചപ്പോ കാരണന്മാർക്ക് നല്ല ഭംഗിയുണ്ട്, കോലമുണ്ട്. നമ്മുടെ സ്വന്തം വെക്കുന്ന പരിപാടികളെല്ലാം കൂടെ കഴിഞ്ഞ് നമ്മുടെ ചെക്കന്മാരൊക്കെ പുറത്തിറങ്ങി കിട്ടും. നമ്മൾ പോകുന്നത് നമ്മുടെ സ്വന്തം പേടകത്തിലാണ്. അതിന്റെ അഹങ്കാരങ്ങൾക്ക് കാണാനുണ്ട്. പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കിട്ടും. മുടി മുറിക്കാൻ വേണ്ടി നമ്മുടെ സ്വന്തം നാടായി കുഞ്ഞി നാട്ടം മുടി കട്ട് ചെയ്യുന്നത്. സലോണിലെത്തി നോക്കും അവിടെ ആരുമില്ല, എല്ലാവരും വെറുതെ ഇരിക്കുന്നത്. അപ്പൊ പിന്നെ പറഞ്ഞു ഞാൻ ഫസ്റ്റ് കട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഷാൻ തന്നെ ആദ്യം ചേർന്നത്. കാരണം ഹെയർ കട്ട് നേരം കൊണ്ട് ഞാൻ ഇതൊക്കെ കണ്ടുപിടിക്കട്ടെ എന്നുള്ള മൈൻഡിലാണ് ഓടി. അങ്ങനെ നമ്മുടെ ചെക്കൻ കണ്ടുപിടിക്കൽ നിന്നോടിക്കലൊക്കെ നിർത്തിയിട്ട് ഓന്റെ ഷോപ്പിന് മുക്കും മുറി അടിച്ച് പെറുക്കിക്കൊണ്ടിരിക്കുന്ന സീനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നെ ഈ ഡോർമ നിൽക്കുന്ന ചെങ്ങായിനെ ഒരു സ്വന്തം മാമനായിട്ട് സാദൃശ്യം തോന്നിയതുകൊണ്ടാണോ നിങ്ങൾക്ക് അറിയില്ല. ഓനെന്തായാലും അയാൾക്ക് ഒരു ഉമ്മ കൊടുക്കുക. ഇതിനിടയിൽ ആദ്യം ചേർത്ത് കയറി നമ്മളെ കാക്കന്റെ തലയിൽ ആ ബംഗാളിന്റെ കലാവിരുദ്ധകൾ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ചരിക്കുന്ന മുടിമുറിക്കലെല്ലാം കൂടെ കഴിഞ്ഞിട്ട് ഇവന്റെ മുഖത്ത് ഇങ്ങനെ ഇരിക്കുന്നത് അല്ലേ. മുന്നിൽ മുടിയെല്ലാം കൂടെ കണ്ണിലോട്ട് തൂക്കേണ്ട നോക്കിട്ട് ഇത്തിരി കയറ്റി വെട്ടാൻ പറഞ്ഞാണ് ഓന മുഖം മുറിച്ചിരിക്കുന്നത്. ഇതായി ചെസ് നമ്പർ 2 മുടിമുറിക്കൽ പ്രക്രിയയിലോട്ട് നമുക്ക് കിടക്കാം. എത്ര സന്തോഷം ഓനെ മൊത്തില്ല, ചെക്കനാ കലമ്പാക്കി. അനങ്ങാതിരുന്നോ, ഇന്നീ മീശമ ഞാനൊരു താജ്മഹാള് പണിയും. അനങ്ങിയാലത് കുത്തം മീനാറാകും. നമുക്കറിയുന്ന പണിയാണെങ്കിലും എന്റെ പണി ഓർക്കാൻ വേണ്ടിയാണ് ഞാൻ ഓനെ കൊണ്ട് ബാർബർ ഷോപ്പ് പോയത്. പക്ഷെ ഒന്നും നടന്നില്ല. ഓന്റെ വാശി കാരണം ലാസ്റ്റ് ഞാൻ തന്നെ കത്തിലെടുത്ത് വെട്ടേണ്ട സ്ഥിതിയായി. ഏതാ ഒരു വിധത്തിൽ ഹെയർ കട്ടിങ് ഞങ്ങൾ രണ്ടാളും കൂടെ മത്സരിച്ച് മുഴുവനാക്കി എന്ന് പറയുന്നതായിരിക്കും നല്ലത്. അങ്ങനെ രണ്ടാളുടെ മുടിമുറിക്കലും പരിപാടികളും കഴിഞ്ഞ് നമ്മൾ ചായ പിടിക്കാനാണ് അടുത്തായിട്ട് പോകുന്നത്. മുടിമുറിച്ച് ക്ഷീണം മാറ്റാൻ വേണ്ടി ചായ പിടിക്കാന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പാത്തൂസ് തട്ടുകട എന്ന് പറഞ്ഞ തട്ടുകടയിലോട്ടാണ് നമ്മൾ വന്നത്. ഉള്ളിൽ കയറി പടം കിട്ടിയ സ്ഥലത്ത് ഞങ്ങൾ മൂന്നാളും കൂടെ പോയിരുന്നെങ്കിൽ ഈ കാണുന്ന സാധനങ്ങൾ കട്ടെ നമ്മൾ കടിയായിട്ട് എടുത്തത് 3 ചായ. ടൈം ഒരുപാട് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചായ കുടിയും കാര്യങ്ങളും തൊട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട്. അപ്പോൾ എല്ലാവരും ഓക്കെ ബൈ.